ബലിപീഠേ കർത്താവിൻ കബറിലെ അനുരഞ്ജിതരായി ബലിയാകാം. കടങ്ങൾ പൊറുതിക്കും പാപത്തിൻ മുക്തിക്കും അനുതാപമോടൊന്നായി അണയാം. ഈ തിരുയാഗവേദിയൊരുക്കാം. വരുവിൻ ഒന്നായി ദൈവജനമേ, ഈ ബലിവേദിയിൽ ബലിയേകാം. വരുവിൻ ഒന്നായി ദൈവജനമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവൻ. വീണ്ടും ഞാൻ പറയുന്നു, സന്തോഷിക്കുവൻ. എന്തെന്നാൽ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഞായറാഴ്ചയെ ആഗമനകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച, പ്രത്യേകിച്ച് ഗൗദാത്തെ സൺഡേ, സന്തോഷത്തിൻ്റെ ഞായർ എന്നാണ് നമ്മുടെ ആരാധനാക്രമത്തിൽ പറയുക. സന്തോഷത്തിൻ്റെ ഗൗദാത്തെ സൺഡേ. പിന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമുള്ള ഒരു ഭാഗമാണ് നമുക്ക് മൂന്നാമത്തെ വായനയിൽ തന്നിരിക്കുക. സ്നാപകൻ മരുഭൂമിയിൽ പ്രസംഗിക്കുവാൻ വരുന്നു. സ്നാപകന്റെ പക്കലേക്ക് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും സദുക്കായരുടെയും ദൂതന്മാര് ഒത്തിരി ചോദ്യങ്ങളുമായിട്ട് വരുന്ന ഭാഗമാണ്. മിശിഹ ആണോ, പ്രവാചകനാണോ, നീ എന്തുകൊണ്ട് സ്നാനം നൽകുന്നു, എന്ത് അധികാരത്താലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നവര് ചോദിക്കുകയാണ്. അപ്പോൾ പശ്ചാത്തലം, മിശിഹായ്ക്ക് മുൻപ് ഏലിയ പ്രവാചകൻ വരും എന്ന് പഴയ നിയമത്തെ സംഖ്യാപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം പഠിച്ച യഹൂദരെല്ലാം സ്നാപകന്റെ ഐഡന്റിറ്റി, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്നാപകൻ ഒരു ചോദ്യത്തിനും വ്യക്തമായിട്ട് മറുപടി പറയുന്നു, ഞാൻ മിശിഹായല്ല, മിശിഹ എൻ്റെ പിന്നാലെ വരുന്നു. മിശിഹായ്ക്ക് മുൻപേ ജനങ്ങളെ പാപബോധം കൊടുത്ത് മനസ്താപം കൊടുത്ത് ഒരുക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. അപ്പം എൻ്റെ പിന്നാലെ വരുന്ന മിശിഹ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകും. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകുന്നു. എന്നേക്കാൾ വലിയവനാണ് എൻ്റെ പിന്നാലെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് പോലും അഴിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. ഒരു അടിമയ്ക്കാണ് യജമാനന്റെ ചെരുപ്പഴിക്കുവാൻ
യോഗ്യതയുള്ളത്. അപ്പോൾ സ്നാപകൻ അടിമയുടെ അത്രയും പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ജലം കൊണ്ട് മാത്രം ഞാൻ സ്നാനപ്പെടുത്തുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ വലിയവനാണ്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞാൻ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞ് എളിമയോടുകൂടിയുള്ള ഒരു വ്യക്തിത്വം മിശിഹായ്ക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം. നമ്മൾ ഒന്നാമത്തെ വായനയിൽ 61 കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഒന്നാമത്തെ വായനയും സുവിശേഷ ഭാഗവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ സ്വരം വിളിച്ചു പറയുന്നവനായിട്ട് വരുന്ന ഭാഗമാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുക. അപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനവും സ്നാപകൻ്റെ വരവുമൊക്കെ പ്രവചനം യാഥാർത്ഥ്യമാക്കിയുള്ള വചനഭാഗമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും നമുക്കും ദൈവം ഈ ആഗമനകാലത്ത് നൽകിയിരിക്കുന്ന സുവിശേഷ പ്രഘോഷകരാകുവാൻ, ജീവിതത്തിലൂടെ സുവിശേഷത്തിൻ്റെ അരൂപി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള മാതൃക പിന്തുടരുവാനായിട്ട് നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ ദിവരഹസ്യമൊരുക്കത്തോടുകൂടി അർപ്പിക്കുവാൻ നമ്മുടെ പാപങ്ങളോർത്ത് മനസ്സ് വെച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിതാ, ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുപ്പിറവി ആഘോഷം വിശ്വസ്തയോടെ കാത്തിരിക്കുന്ന അങ്ങേ ജനത്തെ കാണുന്ന ദൈവമേ, ഇത്ര മഹത്തായ രക്ഷയുടെ സന്തോഷത്തിൽ എത്തിച്ചേരാനും അതിനെ സമുന്നതമായ ആരാധനയാലും സവിശേഷമായ ആഹ്ലാദത്താലും എന്നും ആഘോഷിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ നിന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആഗമനകാലം 3-ാം ഞായർ 1-ാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും ദൈവത്തിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ഞാൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണ ഭൂഷിതയാകുന്നത് പോലെയും
അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരുവാൻ കർത്താവ് ഇടയാക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ച് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ച് നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമന ദിനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. പ്രഘോഷണം. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അങ്ങേക്ക് മഹത്വം. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ വന്നവനാണ്. നീ ആരാണ് എന്ന് ചോദിക്കുവാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങൾ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെ കുറിച്ച് തന്നെ നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ
വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ബെഥനിയയിലാണ് ഇത് സംഭവിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയട്ടെ. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. സ്വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമീടകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു. വിശ്വസിക്കുന്നേ നീ സത്യങ്ങളെല്ലാം. ജീവിപ്പോലെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. ചെമ്മീ പുറപ്പെടും പാവനാത്മാവിൽ
പ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റമുറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കത്തോലിക്ക അപ്പസ്തോലിക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളോരുയർപ്പും നിത്യ പരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായിരത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമന പ്രത്യാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയം നുറങ്ങിയവരെ സുഖപ്പെടുത്തുവാനും അവിടുന്ന് ലോകത്തിലേക്ക് വന്നതുപോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ തിരുസഭയെ സന്ദർശിക്കുകയും സർവ്വദാ കാത്തു പരിപാലിക്കുകയും ചെയ്യുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. റോമിലെ പാപ്പയെയും നമ്മുടെ മെത്രാനെയും മെത്രാൻ പദവിയിലുള്ള എല്ലാവരെയും അവിടുന്ന് ആത്മീയ കൃപാദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുത്തെ സംരക്ഷണയാൽ നമ്മുടെ ഈ കാലഘട്ടം സമാധാനപൂർണമാകട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മെ ഭരിക്കുന്നവരുടെ മനസ്സുകൾ അവിടുന്ന് തൻ്റെ തിരുമനസ്സനുസരിച്ച് എല്ലാ നന്മകളുടെയും പരിപോഷണത്തിനായി നയിക്കട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗങ്ങൾ ദൂരീകരിക്കുകയും ദാരിദ്ര്യം അകറ്റുകയും എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കുകയും ചെയ്യുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പീഡനങ്ങളാൽ വലയുന്ന എല്ലാവരെയും അവിടുന്ന് കാരുണ്യപൂർവ്വം മോചിപ്പിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവിടുത്തെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി സത്യത്തിൽ നിലനിൽക്കാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുത്തെ ആഗമന വേളയിൽ നമ്മൾ ജാഗരൂകരായി കാണപ്പെടുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആഗമനത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിൽ സ്നാപകൻ യഹൂദരുടെ ദൂതന്മാരോട് മറുപടി പറയുക, ഞാൻ പ്രവാചകനല്ല, സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ വന്നവനാണ്. സത്യമല്ല, സത്യം എൻ്റെ പിന്നാലെ വരുന്നവനാണ്. ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്നവനാണ്. അപ്പം നമ്മളെല്ലാവരും ജീവിതത്തിൽ സത്യദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്നിരിക്കുന്നവരാണ്. സത്യം പറയുവാനും സത്യം ദർശിക്കുവാനും സത്യം ചിന്തിക്കുവാനും സത്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വേണ്ടി. അപ്പോൾ സത്യദൈവമാണ് മനുഷ്യനായിട്ട് പിറക്കുവാൻ നമ്മൾ ആഗമനത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ സത്യം പറയുന്നവരായ നമ്മളും മറ്റ് മനുഷ്യരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ദിവസമാണ്. സത്യമറിയാത്ത വിജാതീയരെ പോലെ സത്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വിളിക്കപ്പെട്ടവരായ നമ്മളും അവരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ചേർച്ചയുണ്ടോ, അല്ലെങ്കിൽ അവരെ പോലെയാണോ നമ്മൾ എന്ന് ആത്മശോധന ചെയ്യേണ്ടവരാണ്. അവർ ജീവിക്കുന്നത് പോലെ നമ്മളും ജീവിക്കുന്നു,
അവർ പണ്ട് നമ്മൾ നോക്കിയാണ് അവർ ജീവിച്ചിരുന്നത്. ഇതാ നോക്കൂ, അവർ സ്നേഹത്തോടെ കഴിയുന്നു, ത്യാഗത്തോടെ കഴിയുന്നു, പരസ്പരം ബഹുമാനിക്കുന്നു എന്നൊക്കെ ആദ്യം ക്രിസ്ത്യാനികൾ നോക്കി മറ്റുള്ളവർ പറയുമായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു പരിത്യാഗത്തിലൂടെയാണോ ഈ ആഗമനത്തിൻ്റെ 3-ാം ദിവസവും കടന്നു പോകുന്നത്. അപ്പം നമ്മൾ കുശുമ്പും പൗശന്യവും അസൂയയും പരസ്പരം കാര്യമാരെല്ലാം ഉള്ളവരാണ് എന്ന് അവരുടെ മുമ്പിൽ നമ്മൾ തെളിയിച്ചുകൊണ്ടാണോ ജീവിക്കുക? സത്യം പറയുവാൻ, സത്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചെയ്യാനുള്ള അവകാശം. ഞാൻ എൻ്റെ 100 പേര് അസത്യം പറയുന്നെങ്കിലും ഞാൻ സത്യം പറയുന്നതിനായതുകൊണ്ട് ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല, ഒരാൾ മാത്രം ആ ഒരു ആശയത്തിലേക്ക് വരാൻ, സത്യം പ്രഘോഷിക്കുവാൻ ഒക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സത്യദൈവം യോഹന്നാൻ്റെ പിന്നാലെ വരുന്നു. ആ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്നവനാണ് ഞാൻ. അപ്പം അദ്ദേഹം സാക്ഷ്യം വഹിച്ചിരുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ ക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ ഹെറോദോസിനാൽ വധിക്കപ്പെടുകയാണ്. ഹെറോദോസ് സത്യം ചെയ്യുന്നില്ല എന്ന് ചെന്ന് പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ പിടിക്കുകയും കൊന്നുകളയുകയും ചെയ്യുക. അപ്പോൾ സത്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ ത്യാഗം നമ്മൾ അനുഷ്ഠിക്കേണ്ടി വരും. മർദ്ദിക്കപ്പെട്ടു എന്ന് വരാം, ഒറ്റപ്പെട്ടു എന്ന് വരാം. എങ്കിലും അങ്ങനെ വരുമ്പോഴുള്ള ഒരു സന്തോഷം, അതാണ് നമ്മൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും തല്ലുമ്പോഴും ഒക്കെ ഉള്ള ആ സന്തോഷം സ്വീകരിക്കുവാനാണ് സ്നാപകൻ വന്നിരിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിലും. അപ്പം അമ്മായിയമ്മ മരുമകളെ പീഡിപ്പിക്കുമ്പോഴും മരുമകൾ അമ്മായിയമ്മ ആ പീഡനത്തിൻ്റെ സുഖത്തിൽ സന്തോഷമായിട്ട് പെരുമാറാനുള്ള ഒരവസ്ഥയാണ് സത്യത്തിൻ്റെ സാക്ഷ്യം വഹിക്കലെന്ന് സ്നാപകൻ പറയുക. അപ്പോൾ ഈ വചനത്തിലൂടെ നമുക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. ഇതാ ഞാൻ വരുന്നു, എൻ ജീവിതം നിന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥാ, സാക്ഷിയേകാനിതാ ഞാൻ വരുന്നു, നിൻ ജീവിതം നിന്നു യാഗമേകാൻ അൾത്താരമുന്നിലായി ഏകിടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥാ. ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ. ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയായി. നിൻ സ്നേഹബലിയോടു ചേർക്കേണമേ, എന്നെ നീ സ്വന്തമാക്കേണമേ. നിൻ സ്നേഹബലിയോടു ചേർക്കേണമേ, എന്നെ നീ സ്വന്തമാക്കേണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം
കനിവാർന്നു നൽകേണമേ. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം നീ കനിവാർന്നു നൽകേണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൽത്താരമുന്നിലായിടുന്നു. എൻ ജീവനേ ജീവനാഥാ. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ദിവ്യരഹസ്യത്താൽ സ്ഥാപിതമായവ പൂർത്തീകരിക്കപ്പെടുന്നതിനും ഞങ്ങളിൽ അങ്ങേ രക്ഷ പ്രബലമാം വിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളുടെ ആരാധനാ ബലി നിർവഹിക്കുന്ന അങ്ങേക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങയുടെ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സത്യമായും അങ്ങ് പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ
അതേ ആത്മാവാൽ പവിത്രമാക്കുവാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയിർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടുത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരം ഇന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാറും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക്, ലോകരാഷ്ട്രങ്ങൾക്ക്, എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾക്കും അങ്ങേ സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടി നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, കർത്താവായ യേശുക്രിസ്തു ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദൈവകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അവിടെ നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ലാവുന്ന ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രമേ എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
നേടിയിടുവാനായി ദിവ്യകാരുണ്യമായി അണയണമേ. ഹൃദയത്തിൽ എന്നാളും വാണിടുവാനായി ദിവ്യകാരുണ്യമായി അണയണമേ. ദിവ്യസ്നേഹം ഭൂവിന്നു നൽകിയിടുവാനായി മന്നയായി വേഗം നീ വരണി. സ്നേഹമേ സ്നേഹമേ സ്വർഗീയ ഭോജ്യമേ ജീവന്റെ ആഹാരമേ, നീ എന്റെ സ്വന്തമായി തീരാ കൊതിയോടെ കാത്തിരിപ്പൂ ഞാൻ. പാപങ്ങളെല്ലാം ഏറ്റെടുക്കാനായി ക്രൂശിതനായി തീർന്ന ദിവ്യനാഥ. പാപങ്ങളെല്ലാം ഏറ്റെടുക്കാനായി ക്രൂശിതനായി തീർന്ന ദിവ്യനാഥ. ഒരു വേള കൂടി നീ എന്റെ വൃത്തിൽ തിരുവോസ്തിരൂപനായി അണഞ്ഞിടുവാൻ നന്മയായി തീരും എന്റെ ഉള്ളം, നന്മയായി തീരും എന്റെ ഉള്ളം. സ്നേഹമേ സ്നേഹമേ സ്വർഗീയ ഭോജ്യമേ ജീവന്റെ ആഹാരമേ, നീ എന്റെ സ്വന്തമായി തീരാ കൊതിയോടെ കാത്തിരിപ്പൂ ഞാൻ. സ്നേഹിതരെല്ലാം വേർപിരിഞ്ഞപ്പോൾ സ്നേഹിതനായി തീർന്ന ദിവ്യനാഥ. സ്നേഹിതരെല്ലാം വേർപിരിഞ്ഞപ്പോൾ സ്നേഹിതനായി തീർന്ന ദിവ്യനാഥ. ഒരു വേള കൂടി നീ എന്റെ വൃത്തിൽ അലിയുന്ന സ്നേഹമായി അണഞ്ഞിടുമ്പോൾ ധന്യമായി തീരും എന്റെ ഉള്ളം, ധന്യമായി തീരും എന്റെ ഉള്ളം. ഹൃദയത്തിൽ എന്നാലും വാണിടുവാനായി ദിവ്യകാരുണ്യമായി അണയണമേ. ഹൃദയത്തിൽ എന്നാലും വാണിടുവാനായി ദിവ്യകാരുണ്യമായി അണയണമേ. ദിവ്യസ്നേഹം ഭൂവിന്നു നൽകിയിടുവാനായി മന്നയായി വേഗം നീ വരണി. സ്നേഹമേ സ്നേഹമേ സ്വർഗീയ ഭോജ്യമേ ജീവന്റെ ആഹാരമേ, നീ എന്റെ സ്വന്തമായി തീരാ കൊതിയോടെ കാത്തിരിപ്പൂ ഞാൻ, കൊതിയോടെ കാത്തിരിപ്പൂ ഞാൻ.
വിവാഹ പരസ്യം ഈടവക ശ്രാമ്പിക്കൽ എസ് എ ജോസഫിന്റെയും ലൈല ജോസഫിന്റെയും മകൻ സന്ദീപ് ജോസഫ്, അമരാവതി ഇടവക മാമ്പായി ടോം ആന്റണിയുടെയും ബിജി ടോമിന്റെയും മകൾ അലീറ്റ തെരേസായും വിവാഹത്തിനാകുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ക്രിസ്മസിന്റെ ഒരുക്കത്തിനായുള്ള 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് നമ്മുടെ ആരാധനാക്രമത്തിൽ ഏറ്റവും വലിയ തിരുനാളാണ്. അപ്പോൾ ക്രിസ്മസ് നമ്മളെല്ലാവരും കുമ്പസാരിച്ചാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാർച്ച് മുതൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ടും ഒക്കെ നമ്മൾ നേരിട്ട് നമുക്ക് പള്ളിയിൽ വരാനും കുദാശകൾ സ്വീകരിക്കുവാനും ഒക്കെ തടസ്സങ്ങളായിരുന്നു. ഇപ്പോൾ തടസ്സങ്ങളൊക്കെ സാവകാശം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങേ അറ്റം വരെ കാത്തിരിക്കാതെ അപ്പോൾ ഈ ദിവസങ്ങൾ നിങ്ങൾ കുമ്പസാരിക്കുന്നത് ക്രിസ്മസിൻ്റെ ഒരുക്കത്തിനായുള്ള കുമ്പസാരമായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്. 24-ാം തീയതി 21-ാം തീയതിയും ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണമായതുകൊണ്ട് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തുകയാണ്. ഇപ്പോൾ ഈ മാസം 27-ാം തീയതി 2-ാമത്തെ കുർബാനയ്ക്കാണ് നമ്മുടെ 14 കുഞ്ഞുമക്കളുടെ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുക. ആദ്യ കുർബാന സ്വീകരണം അതിൻ്റെ ഒരുക്കത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സീനിയേഴ്സ് ആയിട്ടുള്ളവർ 60 വയസ്സിന് മുകളിലേക്കുള്ളവർക്കും കുർബാനയിൽ പങ്കെടുക്കുവാനോ കുർബാന സ്വീകരിക്കുവാനോ ഒക്കെ തടസ്സങ്ങളായിരുന്നു. അവർ ഓൺലൈൻ വഴിയൊക്കെയാണ്, TV-യിലൂടെയൊക്കെയാണ് കുർബാന അവർ കണ്ടിരുന്നത്, സിനിമ കാണുന്ന പോലെ. അപ്പോൾ നേരിട്ട് ബലിയിൽ പങ്കെടുക്കുവാൻ അവർക്ക് അവസരങ്ങളില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ക്രിസ്മസിൻ്റെ തലേ ദിവസം 24-ാം തീയതി 6 മണിക്ക് സീനിയേഴ്സിനായിട്ടുള്ള പ്രത്യേക ഒരു കുർബാന അർപ്പിക്കപ്പെടുന്നു. ക്രിസ്മസിൻ്റെ ഒരുക്കത്തിനായിട്ട് 60 വയസ്സും 60-ന് മുകളിലേക്ക് 75, 80, 90 വയസ്സുള്ളവർക്ക്. അപ്പോൾ സീനിയേഴ്സ് എല്ലാവരും വരണം. അപ്പോൾ അവർക്ക് നേരത്തെ വരുമ്പോൾ അവർക്ക് കുമ്പസാരം കൊടുക്കുകയും അവർക്ക് വേണ്ടിയാണ് 6 മണിക്കത്തെ കുർബാന അർപ്പിക്കുക. സീനിയേഴ്സ് മാത്രമേ വരാവൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ലോക്ക്ഡൗൺ കാരണം കുർബാനയ്ക്ക് വരാൻ സാധിക്കാത്ത മുതിർന്നവർ ആണ് 24-ാം തീയതി വൈകിട്ട് 6 മണിക്കുള്ള കുർബാനയ്ക്ക് വരാൻ അവകാശമുള്ളത്. അപ്പോൾ 24-ാം തീയതി വൈകിട്ട് 10 മണിക്കായിരിക്കും ക്രിസ്മസിൻ്റെ കുർബാന. 12 മണിക്കല്ല, നേരത്തെ തന്നെ. മാർപ്പാമ്പായും അവിടെ 10 മണിക്കാണ് കുർബാന ചൊല്ലുക. അപ്പോൾ കോവിഡ് തടസ്സങ്ങളുള്ളതുകൊണ്ട് 10 മണിക്ക് നമുക്ക് കുർബാനയും തിരുപ്പിറവിയെല്ലാം ആഘോഷിച്ചിട്ട് 11:30 നിങ്ങൾക്കും വീട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങാവുന്നതാണ്. 25-ാം തീയതി രാവിലെ 7 മണിക്ക് 3-ാമത്തെ കുർബാന. അതിന് കുട്ടികൾക്ക് എല്ലാവർക്കും വരാവുന്നതായിരിക്കും. അപ്പോൾ 24-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സീനിയേഴ്സിനുള്ള കുർബാന, 10 മണിക്ക് ക്രിസ്മസ് തിരുപ്പിറവിയോടുകൂടിയുള്ള കുർബാന, പിറ്റേ ദിവസം 25-ാം തീയതി രാവിലെ 7 മണിക്ക് തുടർന്നുള്ള 3-ാമത്തെ കുർബാന. അപ്പം ഇങ്ങനെയാണ് ക്രിസ്മസിൻ്റെ തിരുക്കർമ്മങ്ങൾ ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ സീനിയേഴ്സ് 6 മണിക്കുള്ള 24-ാം തീയതി 6 മണിക്കുള്ള കുർബാനയ്ക്ക് വരേണ്ടതാണെന്ന് ഇപ്പം ഞങ്ങൾ ഈ സന്ദേശം എല്ലാ യൂണിറ്റുകളുമൊക്കെ അറിയിക്കുകയും ഇപ്പോൾ പള്ളി വരാൻ വളരെ വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് സന്തോഷമായിട്ട് പറയുകയും അന്ന് കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കാം, സന്തോഷമായിട്ട് ധൈര്യമായിട്ട് പോകാം എന്നുകൂടി ഈ വിവരം എല്ലാവരെയും അറിയിക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്നത്തെ 10 മണിക്കുള്ള കുർബാന നമ്മുടെ സ്നേഹ സമൂഹ ഭാരവാഹികളുടെ കുർബാനയായിരിക്കും, കാഴ്ചവെപ്പായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടിയിട്ടും കണ്ടിട്ടും മാസങ്ങളായി. അപ്പോൾ അന്ന് എല്ലാവരും തന്നെ ക്രിസ്മസിൻ്റെ 10 മണിക്കുള്ള കുർബാനയ്ക്ക് സ്നേഹസമൂഹ ഭാരവാഹികൾ അതിൻ്റെ വായനയും കാഴ്ചവെപ്പും മറ്റെല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പിന്നീട് ഒരു ദിവസം കൂടാവുന്നതാണ്. ഞാനത് സമയം പറയാം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെൻറ്റ് ജോസഫ്സിൻ്റെ വർഷം, യോസേപ്പ് പിതാവിൻ്റെ വർഷമായതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കൂട്ടമായിട്ട് ചെയ്യാനുണ്ട്. അപ്പം അതും നിങ്ങളുമായിട്ടൊരു മീറ്റിംഗ് കൂടി നമ്മൾ ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും എന്ന് പറയാനുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവെ, ഞങ്ങൾ അങ്ങേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ദയുള്ള മാതാവേ, നിന്റെ സന്നിധിയിലോടി വന്ന് നിന്റെ സഹായം തേടി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ പാദത്തിൽ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ ഞങ്ങൾക്ക് രാജ്ഞി, വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്വാസമേക നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്ക. ഇതാ ഇതാ നിന്റെ അമ്മ. തകർച്ചയിൽ ആശ്വാസമേക നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ. ഇതാ ഇതാ നിന്റെ അമ്മ. സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെന്നെ കൈകളിൽ താങ്ങിയോളല്ലോ. നിൻ വേദനയിൽ നിൻ സഹനത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയത്തോടിൽ നിർമ്മല സ്നേഹത്തിളി നീരു നൽകാം. ഇതാ ഇതാ നിന്റെ അമ്മ. ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേക നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്ക. ഇതാ ഇതാ നിന്റെ അമ്മ. ഇതാ ഇതാ